Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് ആണ്, ഓണിയൻ ലച്ച സാലഡ്. ഞാൻ ഇത് സെർവ് ചെയ്തിരിക്കുന്നത് ഗീ റൈസിന്റെ കൂടെയാണ്. നമുക്കല്ലാതെ വേണമെങ്കിൽ തന്തൂരി ചിക്കൻ അല്ലെ പനീർ ടിക്ക അങ്ങനെ ഏത് ഐറ്റംസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. അല്ലാതെ വേണമെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ആണ്. പിന്നെ ഓണിയൻസ് മാത്രമേ വേണ്ടൂ, കുറേ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം ഈ ഹെൽത്തി ആയിട്ടുള്ള ഓണിയൻ സാലഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ റൗണ്ടിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അധികം തിക്കാവാതെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് മസാലയൊക്കെ നന്നായി കോട്ട് ചെയ്ത് വരിക. ഒരു സവാള മൊത്തമായിട്ട് ഇപ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഓണിയൻസിൻ്റെ റിങ്സ് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മാത്രം മതിയാവും, അധികം തിക്കായിട്ട് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 ചെറിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ഓണിയൻസും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല മൊത്തം ഇതിൽ കോട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നുകൂടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഓണിയൻ സാലഡ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് മേലെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഓണിയൻ ലച്ച സാലഡ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.